ഞങ്ങളുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗുണ്ട്, അതിനകത്ത് കയറി കിടന്നു. ടെൻ്റ് അടിക്കാതെ കിടക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുഖത്തോട്ട് അടിക്കുന്നത്. നെക്സ്റ്റ് ഡേ കാറ്റ് ഭയങ്കരമായിട്ട് കൂടി. അറൗണ്ട് 25 to 30 miles per hour. നമ്മുടെ ഇവിടെ ഒരു 45 to 50 km/h അടിക്കുന്ന കാറ്റാണ്. ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ്. നമുക്ക് കൊടുങ്കാറ്റായിരുന്നു. കാരണം പുള്ളിക്കാരി എന്നെ വിശ്വസിച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് അവരെല്ലാം കൂടെ എന്നെ പുള്ളിക്കാരി വിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ച് പുള്ളിക്കാരിയെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊടുക്കണം. എനിക്ക് പുറത്തുള്ളതൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ കാണുന്നത് ഒരു കഴിഞ്ഞാൽ ഭയങ്കര പ്രകാശമാണ്. അത് റിഡ്ജസിൽ കൂടെ നടക്കുന്നതാണ്, ഈ മലയുടെ 2 മടക്കിൽ കൂടെ നടക്കുന്നത്. അപ്പം കാറ്റ് ഞങ്ങളുടെ അടിക്കല്ലേ, അപ്പോൾ നമുക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ പുറത്ത് 2 റേഞ്ചർമാർ വന്നു. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണോ എന്ന് ചോദിച്ചു. നാട്ടിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മുഖ്യമന്ത്രി ഇടപെട്ടു, പ്രധാനമന്ത്രി ഇടപെട്ടു, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ സാറ്, ഒരുപാട് പേര് ഇടപെട്ടു. എനിക്കറിയാത്ത ഒരുപാട് പേര് ഇടപെട്ടു. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ എന്താ പറയുക, നമുക്കൊരു പവർ എന്താണെന്ന് മനസ്സിലായി. കാരണം 4 ദിവസത്തിൽ ഈ റേഞ്ചർമാരെ വിളിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമസ്കാരം. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ദനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ സുരക്ഷിതനായി നാട്ടിൽ തിരിച്ചെത്തി. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് 20,000 അടി ഉയരത്തിൽ അദ്ദേഹവും സുഹൃത്തും ഇന്ത്യൻ പതാക ഉയർത്തിയ ശേഷം തിരിച്ചിറങ്ങുമ്പോഴാണ് മഞ്ഞുമലകൾക്കിടയിൽ കുടുങ്ങുന്നത്. പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ഖാനും സുഹൃത്തിനും വേണ്ടി രാജ്യമൊന്നാകെ പ്രാർത്ഥനയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹവും സുഹൃത്തും നാട്ടിൽ സുരക്ഷിതരായി തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി സുരക്ഷിതമായി നാട്ടിലെത്തിയിരിക്കുകയാണ്. എന്നാണ് ഇവിടെ വന്നത്? ഞാൻ ഇന്നലെയാണ് വന്നത്. ശരി. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ാം തീയതി, ജൂലൈ 3-ാം തീയതി തിരിച്ച് കേരളത്തിൽ. ഈ മൗണ്ട് ദനാലിയിൽ 2ാം തവണയാണോ യാത്ര ചെയ്യുന്നത്? അതെ, 2ാമത്തെ പ്രാവശ്യം മൗണ്ട് ദനാലിലേക്ക് പോകുന്നത്. നോർത്ത് അമേരിക്കയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ്. 2023 ഞാൻ എൻ്റെ 7 സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഒന്നുകൂടെ പോയതാണ് 2025. ഇത്തവണ എന്തായിരുന്നു അവിടെ പ്രശ്നം നേരിടേണ്ടി വന്നത്? ദനാലി പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പർവ്വതമാണ്. പിന്നെ ദനാലിലെ വെതർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോകുന്ന വഴിക്ക് എന്താ പറയുക, ഒരുപാട് ക്രിവാസുകളുണ്ട്, വലിയ വലിയ മഞ്ഞ് കുഴികളുണ്ട്. ആ കുഴികളിൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതൊന്നും ഈ പറയുന്ന ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് ഹിമാലയത്തിലില്ല. മാത്രമല്ല, നമ്മൾ ഈ പോകുമ്പോഴേ നമ്മൾ ഗൈഡിൻ്റെ സഹായം എടുക്കാതെ പോകുന്നത്. ആൽപൈൻ സ്റ്റൈൽ എന്ന് പറയും. 18 ദിവസത്തേക്കുള്ള ഭക്ഷണവും താമസത്തിനുള്ള ടെൻറ്റും ഫ്യൂവലും എല്ലാം നമ്മൾ വലിച്ചുകൊണ്ട് പോകണം. മീൻസ് നമ്മളുടെ ബാഗിൻ്റെ പുറകിൽ വലിയൊരു സ്ലെഡ്ജിനകത്ത് കെട്ടി ഇത് വലിക്കുക. അതാണ് ഇതിനകത്ത് മെയിൻ ഡിഫിക്കൽട്ട് പാർട്ട്. നമുക്ക് ഈ ഉയരത്തിൽ പോകുമ്പോൾ ഇത് നമ്മളെ പുറകിൽ ഇങ്ങനെ വലിച്ച് നമുക്ക് നടുവേനയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇത് മഞ്ഞ് ഒരുപാട് പെയ്ത് കിടക്കുന്നുണ്ട്. ഈ ക്രാമ്പോൺ, നമ്മുടെ ഈ ഐസിൽ ഇടുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്നോ ഷൂ എന്ന് പറഞ്ഞ വേറെ സാധനം ഇടുന്നത്. അപ്പോൾ അത് മഞ്ഞിനകത്ത് ചവിട്ടി പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കർവുകളും ചില പോയിന്റുകളിലൊക്കെ ഭയങ്കര കാറ്റടിക്കുന്ന ഏരിയകളും ഒക്കെ ഉണ്ട്. വിൻഡി കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് ഹിമാലയമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നമ്മൾ സാധാരണ ആൾക്കാർ നമ്മുടെ ഇന്ത്യ ഹിമാലയത്തിനടുത്ത് കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ മൗണ്ടൻസിലായിരിക്കും കൂടുതലും പോകുന്നത്. എൻ്റെ ഒരു ഡിഫറൻറ്റ് പർവ്വതമാണ്. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന ഗൈഡൊന്നും എടുക്കാതെ പോയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം അവിടെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ടെൻറ്റ് അടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. ഇഷ്ടമുള്ളപ്പോൾ യാത്ര തുടങ്ങാം. മറ്റേതാകുമ്പോൾ ആ ഒരു കമ്പനിയുടെ കൂടെ പോകണമെങ്കിൽ ആ കമ്പനിയുടെ കുറച്ച് നിബന്ധനകളുണ്ട്. അത് പാലിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, കമ്പനി ഇപ്പോൾ 7 പേര് പോലും 6 പേര് പോവുകയാണെങ്കിൽ ചിലപ്പം 2 ടീമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്യും. ഒരു ടീമിൽ ഒരാൾക്ക് കയറാൻ പറ്റില്ല, ആ ടീം മുഴുവൻ തിരിച്ചിറങ്ങേണ്ടി വരും. നമുക്കാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മൗണ്ട് ദനാലിയിൽ അൺഗൈഡഡ് ആയിട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ പോയി. ഇതിന് 5 ക്യാമ്പാണ് ഉള്ളത്. നമ്മൾ വിമാനം ഇറങ്ങുന്നത് തന്നെ ഒരു വലിയ ഗ്ലേഷ്യറിൻ്റെ മുകളിലാണ്. നമ്മൾ ഇറങ്ങുന്നത് തന്നെ ഫുൾ ഡ്രസ്സ് ഇട്ട് ഇറങ്ങുന്നത്. മീൻസ് മഞ്ഞിലൂടെ നടക്കാനുള്ള ഡ്രസ്സ് ഇട്ട് ഇറങ്ങുന്നത്. അവിടുന്ന് 4, 5, 6 ദിവസം കൊണ്ട് നടന്ന് നമ്മൾ ക്യാമ്പ് 4-ലെത്തും. ക്യാമ്പ് 4 14,000 അടിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ക്യാമ്പ് 5-ലെത്തിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ക്യാമ്പ് 4 വരേണ്ടത്. ക്യാമ്പ് 4 സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പ്. ക്യാമ്പ് 5 ഹൈ ക്യാമ്പാണ്. അത്ര എളുപ്പമുള്ള ക്യാമ്പല്ല. മീൻസ് അവിടെ താമസിക്കാനേ അത്ര നല്ലതല്ല. കാരണം അതിരിക്കുന്ന ഒരു സൗത്ത് ഈസ്റ്റ് വിൻഡിൻ്റെ അഭാവമല്ല, അത് എന്താ പറയുക, വരാൻ സാധ്യതയുള്ള ഒരു മലയുടെ സൈഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അവിടെ മാത്രമേ ഇതിന് സ്ഥലമുള്ളൂ. അപ്പോൾ അത് നമ്മളവിടെ ടെൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമ്മളുടെ കാറ്റ് നമ്മളെ ഈ കൊക്കയിലേക്ക് കൊണ്ടുപോകും. എന്തെങ്കിലും സാധനം പോയാൽ തന്നെ, ഞങ്ങളുടെ ഹെൽമെറ്റൊക്കെ പറന്ന് പോയാൽ തന്നെ അത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ പറഞ്ഞാൽ തന്നെ അതിനകത്ത് പോകും. അപ്പോൾ ഒരു അൺസേഫ് ആയിട്ടുള്ളൊരു ക്യാമ്പാണ് ക്യാമ്പ് 5.
അപ്പോൾ ഞാനും തമിഴ്നാട്ടിലെ ഒരു നല്ല തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലേഡിയാണ്. തമിഴ്നാട്ടിലെ ഫസ്റ്റ് എവറസ്റ്ററാണ്, ഫസ്റ്റ് വുമൺ എവറസ്റ്റർ മുത്തമിഴ് സെൽവി നാരായണൻ എന്ന് പറയും. പുള്ളിക്കാരി ഞാൻ ഫ്രണ്ട്സാണ്. പുള്ളിക്കാരി ബാക്കി 6 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടി കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പുള്ളിക്കാരുടെ 7th സമ്മിറ്റാണ് ഈ ദെനാലി. അപ്പം പുള്ളിക്കാരി നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരാൻ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം എനിക്കിപ്പം മൗണ്ടനിൽ പോകാനുള്ള ചാൻസാണ്. വീണ്ടും അമേരിക്കയിൽ എപ്പോഴും പോയി കയറാൻ പറ്റുന്നതല്ലല്ലോ. അതും നമുക്കൊരു എന്താ പറയുക, മൗണ്ടനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ കൂടുതൽ നമുക്ക് ഇഷ്ടം. പുള്ളിക്കാരിയുടെ കൂടെ ഞാൻ പോയതാണ്. അപ്പോൾ അങ്ങനെ പോയി ക്യാമ്പ് 4-ലെത്തി. ഓക്കെ, ഒരു പ്രശ്നമില്ലാതെ എത്തി. അത് ഞങ്ങൾ ക്യാമ്പ് 4-ൽ നിന്ന് ക്യാമ്പ് 5 സ്ലെഡ്ജ് വലിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ ബാഗിനകത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ക്ലൈംബ് ചെയ്യണം. കാരണം അത് കുറച്ച് 45 to 50 ഡിഗ്രി സ്ലോപ്പ് ഉണ്ട്. ഇത് വലിച്ചു കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ക്യാമ്പ് 5-ലെത്തി. അപ്പോൾ ക്യാമ്പ് 4-ൽ ഞങ്ങളൊരു 3 ദിവസത്തെ ആഹാരം എടുത്തു. 3 ദിവസം കൊണ്ട് തിരിച്ച് ഞങ്ങൾ അവിടെ എത്താനാണ് പ്ലാൻ. കാരണം ആ സമയം വെതറെല്ലാം ഓക്കെയാണ്, തിരിച്ച് വരാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ക്യാമ്പ് 5-ൽ മാക്സിമം ഒരു ദിവസം താമസിക്കും എന്നുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് 4-ൽ നിന്ന് 17,000 അടിയുള്ള ക്യാമ്പിലെത്തി. അവിടുന്ന് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് 16-ാം തീയതി തിരിച്ച് ഞങ്ങൾ വരിക. തിരിച്ച് വരുന്ന വഴിക്ക് പുള്ളിക്കാരിക്ക് അപ്രതീക്ഷിതമായിട്ട് പീരീഡ്സ് ആയി. നേരത്തെ 10 ദിവസം മുമ്പ് ആയതായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിക്കോഷൻ ഒന്നും എടുത്തില്ല. അപ്പം ഈ ഓവർ സ്ട്രെസ് മൂലം പീരീഡ്സ് ആയിട്ട് പുള്ളിക്കാരിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ ഈ പരിപാടിയെല്ലാം അവതാരത്തിലായിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ നടക്കാൻ പറ്റാത്ത അന്ന് രാത്രിയില്ല, അവിടെ 24 മണിക്കൂറും പകൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാത്രി എന്ന് പറയുന്ന സമയത്ത് ഇച്ചിരി തണുപ്പ് കൂടും. സൂര്യൻ ഒരു മലയുടെ പുറകിലോട്ട് പോകും, താഴത്തില്ല. മലയുടെ പുറകിലോട്ട് പോകുമ്പോൾ ഇച്ചിരി തണുപ്പ് കൂടും. ആ സമയം കാറ്റൊക്കെ അടിച്ചുള്ളൊരു സമയമായിരുന്നു. നടക്കാൻ പറ്റാത്തത് ഞങ്ങൾ മലയുടെ മുകളിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അതിനകത്ത് കയറി കിടന്നു. ടെൻ്റ് അടിക്കാതെ കിടക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുഖത്തോട്ട് അടിക്കുന്നത്. പിന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മലയുടെ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത്, പറന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരേ രീതിയിൽ വെച്ചിട്ട് ഈ മലയുടെ ഒരു റിഡ്ജിൽ ഞങ്ങൾ കിടന്നുറങ്ങി. അടുത്ത ദിവസം താഴോട്ടാണെങ്കിലും പുള്ളിക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്യാമ്പ് 5-ലെത്തി. അപ്പോൾ ക്യാമ്പ് 5-ലെത്തി. ഓക്കെ, ഒരു ക്യാമ്പാണല്ലോ, തൊട്ടപ്പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ശരിക്കും ആ ദിവസം താഴെ ഇറങ്ങിയിട്ട് ക്യാമ്പ് 4-ലോട്ട് വരേണ്ടതായിരുന്നു. ആ ഒരു ദിവസം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് 5-ലെത്തി. പതുക്കെ കാറ്റടിക്കാൻ തുടങ്ങി. ഞങ്ങൾ അന്ന് വൈകിട്ട് ഇറങ്ങിയില്ല, പുള്ളിക്കാരിക്ക് ഒന്ന് ഓക്കെ ആട്ടെന്ന് വെച്ചിട്ട്. നെക്സ്റ്റ് ഡേ കാറ്റ് ഭയങ്കരമായിട്ടും കൂടി. അറൗണ്ട് 25 to 30 miles per hour. നമ്മുടെ ഇവിടെ ഒരു 45 to 50 km/h അടിക്കുന്ന കാറ്റാണ്. ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ്. നമുക്ക് കൊടുങ്കാറ്റാണ് അത്. കാരണം ടെൻ്റ് ഒന്നും പിച്ച് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ടെൻ്റ് ഞങ്ങൾക്ക് പിച്ച് ചെയ്യാൻ പറ്റാതെ ഞാൻ പുള്ളിക്കാരി ടെൻറ്റിനകത്ത് കയറ്റി ഇരുത്തി. അയൽവക്കത്തുള്ള ആൾക്കാരുടെയൊക്കെ ഹെൽപ്പ് മേടിച്ചിട്ടൊക്കെ അത് പിച്ച് ചെയ്യുന്നത്. ആ ടെൻറ്റിനകത്ത് ഒരു സാധനം പറന്നു പോയാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ ലൈഫ് തന്നെ ഡേഞ്ചറാണ്. ടെൻറ്റിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഈ തിരിച്ചുള്ള 6 ദിവസം ഞങ്ങൾ എവിടെ കിടക്കും? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും? ആരും ടെൻറ്റിൽ കയറ്റി കിടത്തുമോ? അത് നമ്മൾ ഭയങ്കരമായിട്ടും ഞാൻ അത്യാവശ്യമൊക്കെ റീലൊക്കെ എടുക്കാൻ, വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ആ സമയത്തൊന്നുമേ ഭീകരമായ അവസ്ഥയിൽ നമുക്കൊന്നും പറയാനോ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ പോലെ തോന്നത്തില്ല. കാരണം ലൈഫ് ഡേഞ്ചറിലായിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളുടെ ബാഗിനകത്തൊരു 100 കൂട്ടം സാധനങ്ങളുണ്ട്, 100 കൂട്ടം ഐറ്റംസ് ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെ വെച്ചിരിക്കുന്നത് അറിയാം. നമ്മുടെ ലൈറ്റർ മുതൽ കുക്ക് ചെയ്യാനുള്ള സാധനം മുതൽ എവറിത്തിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെഡീഷന് വലിയ പാടായിരിക്കും. പ്രത്യേകിച്ച് ടെൻറ്റിൻ്റെ ഏതെങ്കിലും പോള് പോയി കഴിഞ്ഞാൽ ടെൻറ്റ് നശിച്ചു എന്ന് കൂട്ടിക്കും. ഞങ്ങൾ ആ പിച്ച് ചെയ്യാനെടുത്ത പാട് എനിക്കിപ്പോഴും അറിയാം. കാരണം പുള്ളിക്കാരി ഞാൻ അതിനകത്ത് കയറ്റി ഇരുത്തി. അപ്പോൾ പറന്നു പോകത്തില്ലല്ലോ, പക്ഷെ പിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. 4 വശത്തും വലിച്ച് കെട്ടണമല്ലോ, അതിന് മണ്ടയ്ക്കും ഒക്കെ വലിച്ച് കെട്ടണം, പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഈ ക്യാമ്പ് 4-ലുള്ളത്. ക്യാമ്പ് 5-ൽ നമ്മൾ വന്നപ്പോഴത്തേന്. അപ്പം 2 ദിവസം വീണ്ടും കാറ്റിൽ ഞങ്ങൾ പെട്ടു. അപ്പോഴത്തേന് ഞങ്ങളുടെ ഫസ്റ്റ് 2 സിലിണ്ടർ എടുത്തുണ്ട്. ഫസ്റ്റ് സിലിണ്ടർ തീർന്ന് സെക്കൻഡ് സിലിണ്ടർ തീരാറായി. അപ്പോൾ എനിക്കൊരു അപകടം മണത്തു. കാരണം പുള്ളിക്കാരി എന്നെ വിശ്വസിച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് അവരെല്ലാം കൂടെ എന്നെ പുള്ളിക്കാരി വിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ച് പുള്ളിക്കാരിയെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊടുക്കണം. പിന്നെ മലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീം ഗെയിമാണ്. നമ്മൾ 3 പേര് സുരക്ഷിതമായിട്ട് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ടീം ലീഡർ എന്നുള്ള നിലയ്ക്ക് ഞാനാണ് ടീം ലീഡർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ രീതിയിലുള്ള തീരുമാനം വേണം എടുക്കാൻ. അവിടെ പിന്നെ ഈഗോയും സാധനങ്ങളൊന്നുമില്ല. എങ്ങനെങ്കിലും ഇവരെ തിരിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള. സുരക്ഷിതമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വീണ്ടും 5 ദിവസം നടന്ന് ഞങ്ങൾ ഈ വിമാനം ഇറക്കിയ സ്ഥലത്ത് പോകണം. വിമാനം എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങുന്നൊരു വിമാനമാണ്. ഒരു സ്നോയിൽ ഇറങ്ങാൻ പറ്റിയൊരു വിമാനം. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷിതമാകത്തുള്ളൂ. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് ഫോണുണ്ട്. സാറ്റലൈറ്റ് ഫോണിൽ ഞങ്ങൾ SOS വിടാൻ വേണ്ടി മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അത് നമ്മുടെ C-type ചാർജറല്ല, സാധാരണ ചാർജറാണ്. അപ്പം ഞാൻ സാറ്റലൈറ്റ് ഫോൺ ഓൺ ചെയ്യുമ്പോൾ ചാർജ് പോകും. അത്യാവശ്യം വിളിക്കാം. എന്നിട്ട് ഞാൻ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങി നമുക്കിത് വിളിക്കണമെങ്കിൽ പണ്ടത്തെ നോക്കിയ ഫോൺ പോലെ നമുക്ക് കീന്ന് അടിക്കണം, ഓരോരോ ബട്ടൺ അടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇടത്തെ കയ്യിൽ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ ഗ്ലൗസ് ഊരിയാൽ ഇതിനകത്ത് മൊബൈൽ ഫോണിനകത്ത് നമ്പർ കിട്ടത്തുള്ളൂ. ഗ്ലൗസ് ഊരി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസ് ഊരുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. 2 ലെയറുണ്ട്. അത് ഊരി ഞാനിങ്ങനെ അടിച്ച് 5-6 പേര് 8-10 പേരെ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല.
കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വിചാരിച്ചത് ഇതൊരു സ്പാം കോളാണെന്നോ. നമുക്ക് സാറ്റലൈറ്റ് ഫോണിൽ നിന്ന് വരുന്ന നമ്പർ അങ്ങനെ വരുന്നത്. പിന്നെ അവസാനം നമ്മുടെ ഒരു സുഹൃത്ത് ഹാഷ്മിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഹാഷ്മിക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എന്തോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. കാരണം അവിടുന്ന് അങ്ങോട്ട് ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്നില്ല. ഈ കൊടുങ്കാറ്റ് അടിക്കുന്നതുകൊണ്ടേ മേഘങ്ങൾ മുകളിലുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഫോണിൻ്റെ കണക്ടിവിറ്റി കറക്റ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ അതിനകത്തൊന്ന് മെസ്സേജ് അയച്ചു. ഞങ്ങൾ 17,000 അടിയിലാണ്. ഞാൻ ഈ കണ്ണാടി ഊരിയാലേ 5 മിനിറ്റ് കൊണ്ട് ഞാൻ അന്ധനായിപ്പോയി. അത്രയ്ക്ക് പ്രകാശം അവിടെ. എനിക്ക് പുറത്തുള്ളതൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലേ കാണുന്നുള്ളൂ. ഊരി കഴിഞ്ഞാൽ ഭയങ്കര പ്രകാശമാണ്. ഒരുപാട് പേർക്ക് സ്നോ ബ്ലൈൻഡ്നെസ് വരുന്നുണ്ട്. സോ കണ്ണാടി ഊരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വെച്ചിരിക്കണം. ഇത് അവിടുത്തെ സ്ട്രക്ചർ ഉണ്ട്. അത് അതെന്തോ മനസ്സിലായത്. ഇതിനെങ്ങനെ അടിച്ച് താഴെ എത്തണം. ഇവിടുന്ന് കുതിര ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഭയങ്കരമായ ഏരിയയാണ്. ദിസ് ഈസ് കാൾഡ് സ്ക്യൂറൽ ഹിൽ. പണ്ട് സ്ക്യൂറൽ ഹിൽ ഇറങ്ങി സ്വന്തം പറ്റി കൊണ്ടുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഞങ്ങൾ സാറ്റലൈറ്റ് ഫോണിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. പിന്നെ മെസ്സേജ് അയച്ചു. അപ്പോൾ ആ മെസ്സേജ് കിട്ടി. മെസ്സേജ് ഇതാ പറഞ്ഞത് 17,000 അടിയിലാണ്. ഇവിടെ ഞങ്ങൾ ഭക്ഷണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നപോലെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്ലാഗ് ഉയർത്താനാണ് ഇവിടെ വന്നത്. കാരണം അധികം ആരും അറിയിക്കാതെ ഞാൻ പോയത്. പിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ പോലും അവിടെ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. വിമാനം പോലും അവിടെ പറക്കത്തില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കണം. ഇത്രയും മെസ്സേജ് ഞാൻ ഒരു 1/2 മണിക്കൂർ ടൈപ്പ് ചെയ്ത് അയച്ചു. അത് കഴിഞ്ഞിട്ടാണ് അപ്പം നെക്സ്റ്റ് ഡേ ആയി. ഞങ്ങൾ എന്നിട്ട് കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ പുറത്ത് 2 റേഞ്ചർമാർ വന്നു. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾ SOS വിട്ടാരോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു SOS ഇല്ല, ഞാൻ ഒരു മെസ്സേജ് നാട്ടിലേക്ക് അയച്ചായിരുന്നു. അതിൻ്റെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് മെഡിസിൻസും പുള്ളിക്കാരിക്ക് കുറച്ച് ഹൈഡ്രേഷൻ ടാബ്ലറ്റ്സും ഒക്കെ അവർ കൊടുത്തു. എന്നിട്ട് കൊടുങ്കാറ്റ് ശമിക്കുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കാല് വിറച്ചുകൊണ്ട് നിൽക്കുക. പുള്ളിക്കാരി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി പോയിട്ട് റേഞ്ചറിൻ്റെ ഓഫീസിൽ പറഞ്ഞു എനിക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയാൽ കൊള്ളാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ റേഞ്ചർ വന്നിട്ട് പറയാം നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല എനിക്ക് പറ്റുന്നില്ല. ഒരു കാലം മുന്നോട്ട് വെച്ചെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഒരു കാലം മുന്നോട്ട് വെച്ചു. യു ക്യാൻ ഡു ഇറ്റ്, ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. പുള്ളിക്കാരി എന്നിട്ട് 4 മണിക്കൂർ കൊണ്ട് നടക്കേണ്ട ഞങ്ങൾ 10 മണിക്കൂർ കൊണ്ട് നടന്ന് ക്യാമ്പ് 4-ലെത്തി. അത് റിഡ്ജസിൽ കൂടെ നടക്കുന്നത്, ഈ മലയുടെ 2 മടക്കിൽ കൂടെ നടക്കുന്നത്. അപ്പം കാറ്റ് ഞങ്ങളുടെ അടിക്കല്ലേ, അപ്പോൾ നമുക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. ക്യാമ്പ് 4-ലെത്തിയപ്പോഴും അവിടുത്തെ റേഞ്ചർമാർ വന്നിട്ട് ചോദിച്ചു നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് പോയി. കാരണം അവരങ്ങനെ ഒന്നും സംസാരിക്കുന്നതല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഇടപെടത്തുള്ളൂ. കാരണം ഇതൊരു ഈ മൗണ്ടനിൽ ആർക്കും വേണം എന്ത് വേണം ചെയ്യാന്ന് പറഞ്ഞില്ല. അമേരിക്കൻ മൗണ്ടനാണ്. അപ്പം അങ്ങനെ ഒരു ഹെൽപ്പൊന്നും അവർ കൊടുക്കത്തില്ല. നമുക്ക് പക്ഷേ ഈ നാട്ടിൽ നിന്ന് വിളിച്ചത് കൊണ്ട്, നാട്ടിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മുഖ്യമന്ത്രി ഇടപെട്ടു, പ്രധാനമന്ത്രി ഇടപെട്ടു, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ സാറ്, ഒരുപാട് പേര് ഇടപെട്ടു. എനിക്ക് അറിയാത്ത ഒരുപാട് പേര് ഇടപെട്ടു. രാജ് ചന്ദ്രശേഖർ സാറൊക്കെ. ഞാൻ അവിടെ നിന്ന് അറിയുന്നില്ലല്ലോ. 4 ബസ്സൊന്ന് വിളി വന്നു. ട്രംപിൻ്റെ അവിടെ നിന്ന് വന്നു, അലാസ്കയിലെ ഗവർണർ അവിടെ നിന്ന് വന്നു, പിന്നെ എവിടെ നിന്നൊക്കെയോ വിളി വന്നിട്ട്. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ എന്താ പറയുക, നമുക്കൊരു പവർ എന്താണെന്ന് മനസ്സിലാവും. കാരണം 4 ബസ്സൊന്നും ഈ റേഞ്ചർമാരെ വിളിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് പറ്റുന്ന അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ബഹുമാനം നമുക്ക് കിട്ടി. പിന്നെ അവർ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ പുള്ളിക്കാരിയെ കുറച്ച് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. പുള്ളിക്കാരിക്ക് എസ്കോർട്ടായിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു 3 ദിവസം കൊണ്ട് ഈ വിമാനം കിട്ടുന്ന സ്ഥലത്തെത്തി. എനിക്ക് പുതിയ ലേണിംഗ് ആയിരുന്നു. കാരണം ഞാൻ പോയിട്ടുള്ള മൗണ്ടനാണ്. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ടത്. കാരണം പുള്ളിക്കാരി ഞാൻ പറഞ്ഞില്ലേ നടന്നിരിക്കുക, നടക്കാൻ പറ്റാതെ ഈ ഒരു പ്രശ്നം കൊണ്ട്. ആ പ്രശ്നത്തിൻ്റെ കാരണമായിട്ട് പുള്ളിക്കാരി 3 ദിവസം ഭക്ഷണവും കഴിക്കുന്നില്ല, 3 ദിവസം ബാത്റൂമിൽ പറയുന്നില്ല, 3 ദിവസം ഉറങ്ങുന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനെ എങ്ങനെ കൊണ്ടുവരും? മരിക്കാതെ അല്ലെങ്കിൽ കൈകാലം മുറിച്ചു തരേണ്ട അവസ്ഥ വരാതെ ഈ വിമാനങ്ങൾ വന്ന് രക്ഷപ്പെടുത്തത്തില്ല, ഹെലികോപ്റ്റർ. അപ്പോൾ ആ പുള്ളിക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ ബുദ്ധിമുട്ട് തിരിച്ച് കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ തന്നെ ഒന്നുകൂടി എലിവേറ്റ് ചെയ്ത പോലെയായി. പിന്നെ അവിടെ ഇത് എൻ്റെ സെൽഫായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, 2 ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു സാഹചര്യം, 3 ഇന്ത്യയുടെ ഒരു മഹത്വം. ഈ പറയുന്ന അലാസ്ക പോലെ റിമോട്ടായിട്ട് പോളാർ റീജിയനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൗണ്ടൻ്റെ 5th ക്യാമ്പിൽ ഇരിക്കുന്ന ഞങ്ങളെ ഒരു സർക്കാർ മുഴുവൻ സപ്പോർട്ട് ചെയ്യും. ഈ പ്രശ്നം പറഞ്ഞപ്പം ജാതി മത ഭേദം പിന്നെ
രാഷ്ട്രീയ ഭേദം ഇല്ലാതെ ഇടപെട്ടു എന്ന് എനിക്ക് വന്നപ്പോൾ മനസ്സിലായത്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മളൊരു മെസ്സേജ് അയച്ചു, എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയാൽ ഓക്കെ എന്നുള്ള രീതി. നമ്മൾ ഡയറക്റ്റ് റേഞ്ചറിൻ്റെ ഓഫീസിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല അമേരിക്കക്കാർക്ക്. ശരി, ഇതൊക്കെയാണ് ശരിക്കും ദെനാലിൽ സംഭവിച്ചത്. ഇതിനെങ്ങനെ ഒടിച്ചൊടിച്ച് താഴെ എത്തണം. കുതിര ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഭയങ്കരമായ ഏരിയയാണ്. ദിസ് ഈസ് കാൾഡ് സ്ക്യൂറൽ ഹിൽ. പണ്ട് സ്ക്യൂറൽ ഹിൽ ഇറങ്ങി സ്വന്തം പറ്റി കുന്തമില്ലാതെ പോയി. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു യുദ്ധം ആ സമയം ട്രംപ് ഇടപെട്ടിട്ട് തീർത്തെന്നാണല്ലോ പറഞ്ഞത്. അപ്പം എനിക്കത്ര വിശ്വാസം വന്നിട്ടില്ല അവരിടപെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അമേരിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് അമേരിക്കയിൽ ഏറ്റവും കൊടുമുടിയുടെ മുകളിൽ പോയിട്ട് നമ്മുടെ സൈനികർക്കാണ് നമ്മൾ ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത്. ഞാൻ അത്തരത്തിലാണ് കണ്ടത്. ട്രംപ് ഒന്നും നമ്മളെ കാണാൻ പോകുന്നില്ലെങ്കിലും ഞാൻ അത്തരത്തിലുള്ള ഒരു ഐഡിയ ആണ് ഉപയോഗിച്ചത്. അമേരിക്കയുടെ പറയുകയാണ്, നീയല്ല ഞങ്ങളുടെ രാജ്യം തന്നെ തീർത്തതാണെന്നുള്ള അർത്ഥത്തിൽ. സന്തോഷം, നമുക്കൊരു സന്തോഷം, നമുക്ക് സന്ദേശമാണ്, ഒരു സന്തോഷമാണ്. കാരണം നമുക്കതേ ചെയ്യാൻ പറ്റുന്നു ഒരു സിവിലിയൻ എന്നുള്ള നിലയ്ക്ക്. നമുക്ക് പോയിട്ട് അതിർത്തി യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മളുടെ ഒരു ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ നിന്ന് സാഹസിക യാത്രയ്ക്ക് പിന്നോട്ടില്ല. സാഹസയാത്ര ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു അഡിക്ഷൻ പോലെയാണ്. നമ്മളിപ്പം ഡ്രഗ്സിനെതിരെയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അഡിക്ഷനാണ്. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ അഡിക്റ്റായി പോകുന്ന ഡ്രഗ്സ് ഉണ്ട്, മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ഉണ്ട്. പിന്നെ അപ്പം ഈ കുട്ടികളോടൊക്കെ നമ്മൾ പറയുന്നത്, നീ അത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെയാണ് ഈ ട്രാവൽ, അഡ്വഞ്ചർ ട്രാവൽ. നിങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു അഡിക്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ല, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ അടുത്ത എവിടോട്ടാണ് പോകാൻ പറ്റുന്നതെന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഈ സാധാരണ ഡ്രഗ്സ് വിട്ടിട്ട് ഇതുപോലെ അഡിക്ഷനിലേക്ക് വരണമെന്നാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത്. ഈ അഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത സ്ഥലത്ത് പോയേ പറ്റൂ. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ഇത് വരും, മീൻസ് ഒരു ഇത് ലഹള ഉണ്ടാവും. നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ അടുത്തത് ഇനിയിപ്പോൾ അമാദബ്ലം എന്ന് പറഞ്ഞ പീക്കുണ്ട്, നേപ്പാളിലാണ്. അത് അത്യാവശ്യം ടെക്നിക്കൽ പീക്കാണ്, എവറസ്റ്റിനേക്കാളും ടെക്നിക്കലായിട്ടുള്ള പീക്കാണ്. 7000 ടച്ചിങ് പീക്കാണ്. അപ്പോൾ അത് ഒക്ടോബർ നവംബറിൽ കയറാനുള്ള പദ്ധതിയാണ്. അതിനുശേഷം ഒരു വലിയ എക്സ്പെഡീഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത മാർച്ച് ഏപ്രിലിൽ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പീക്ക് അന്നപൂർണ എന്ന് പറഞ്ഞ പീക്കാണ്. 8091 മീറ്റർ പീക്കാണ്. അപ്പോൾ അത് ക്ലൈംബ് ചെയ്യാമെന്നുള്ളൊരു പ്രിപ്പറേഷനിലാണ്. കാരണം അതൊരുപാട് അവലാഞ്ചസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കയറുന്നതിൽ 50% ആൾക്കാർ മരിച്ചു വീഴുന്ന പീക്കാണ്. അപ്പം അതാണ് നെക്സ്റ്റ് പ്ലാൻ. ഈ 2 പ്ലാനുകളാണ്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമാണ് ഷെയ്ഖ് ഹസൻ ഖാൻ നമ്മളോട് പങ്കുവച്ചത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി, ദേശീയ പതാക ഉയർത്തിയാണ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയത്. ഒപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും സുരക്ഷിതമായി തന്നെ നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. സാഹസിക യാത്രയിൽ പിന്നോട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ തുടരട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.